ഹായ് എവരോൺ, ഏവർക്കും ട്രാപ്പ് മല്ലുവിന്റെ ബഡ്ജറ്റ് ഡേറ്റ് ലൈവ് ട്രാപ്പ് റൈഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 23 ജൂലൈ 2020 ഇന്ന് ബഡ്ജറ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാർക്കറ്റ് ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് കുറച്ച് ടൈം എടുത്തിട്ട് അല്പം ടൈം എടുത്തിട്ട് ഈ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി 10-15 മിനിറ്റ് നിന്നതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആകാൻ വളരെയധികം സാധ്യതയുണ്ട്. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഈ ഏരിയയിലെ സ്റ്റോപ്പ് ലോസസ് ഹണ്ടായിട്ടുണ്ട്. ഈ ഏരിയയിലെ സ്റ്റോപ്പ് ലോസ് നോക്കിയാൽ മനസ്സിലാകാം. മാർക്കറ്റ് ലാസ്റ്റ് ടൈം ഇവിടെ നിന്നാണ് മൂവ് ആയത്. ഈ ഏരിയയിൽ നിന്ന്. അപ്പൊ ഈ ഏരിയയിലെ അതിന് മുന്നിലുള്ള സ്റ്റോപ്പ് ലോസസിനെയൊക്കെ മാർക്കറ്റ് ഒന്ന് ഹണ്ട് ചെയ്തു. ഹണ്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുകളിലോട്ട് പോകാനുള്ള സാധ്യത മാർക്കറ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ഇവിടെ എന്ത് വേണം, ഇനി ഒരല്പം ഒന്ന് റീടെസ്റ്റ് സെല്ലിംഗ് ഉണ്ടാകും. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്ത് താഴ്ത്ത് കൊണ്ടുവന്ന് അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആകാനാണ് സാധ്യത. അതിന് വലിയ റീസൺ വോളിയം കൂടി നോക്കിയിട്ടാണ് ഞാൻ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. വോളിയം നോക്കുകയാണെങ്കിൽ ഒരു സെൽ വോളിയം റൈസിംഗ് ആയിരുന്നു. റൈസിംഗ് ആണ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ലൊരു സെൽ സൈഡിലൊരു വോളിയം കൂടുന്നുണ്ട്. സെൽ സൈഡിൽ വോളിയം കൂടുന്നുണ്ട്. അതിനനുസരിച്ച് ക്വിക്കായിട്ട് മാർക്കറ്റ് താഴ്ത്ത് വന്നു. എക്സാക്ട് മൾട്ടിപ്പിൾ ടൈം റെസിസ്റ്റൻസിന്ന് ഇവിടുന്ന് പിന്നെ സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് സെല് ചെയ്യുന്നു, കണ്ടിന്യൂ താഴ്ത്ത് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്രയും വലിയൊരു വോളിയത്തോടു കൂടി ഈ ക്യാൻഡിൽ നോക്കി, ഇത്രയും വലിയൊരു വോളിയത്തോടു കൂടി ഇന്നത്തെ ഡേ ലോയെ ബ്രേക്ക് ചെയ്യുക, പ്ലസ് പ്രീവിയസ് ഡേ ലോയെ ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഓരോ ക്യാൻഡിലും റീറ്റെയിലേഴ്സ് എൻട്രി എടുക്കാൻ ശ്രമിക്കും. ഇതിന് താഴെ റീറ്റെയിലേഴ്സ് സെല് ചെയ്യാൻ തീരുമാനിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് സൈഡ് വൈസ് പോകാതെ എത്ര നേരം പോകുന്ന തീരുമാനമില്ല. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകാൻ വളരെയധികം ചാൻസസ് കൂടുതലാണ്. ഓൾറെഡി ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞു, സെല്ലിംഗ് അവർ നടത്തി കഴിഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് നടത്തി കഴിഞ്ഞു. ഇനി ഇത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. പറഞ്ഞു തീരുന്നതിന് മുന്നേ മാർക്കറ്റ് മൂവ് തന്നു കഴിഞ്ഞു. നമുക്ക് നോക്കാൻ കൊണ്ടോ. ഞാൻ എപ്പോഴും ഇതേ ഒരു ലോജിക്കിൽ, എന്താണ് എന്റെ ഒരു ട്രേഡിംഗ് എഡ്ജായിട്ട് ഞാൻ എടുത്ത് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഐഡന്റിഫൈ ചെയ്യും ഞാൻ എവിടെ നിന്നാണ് മാർക്കറ്റ് മൂവ് ആയത്, അതിന്റെ ഒറിജിൻ നോക്കും. അപ്പൊ മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്ന് മൂവ് ആയി. ഇവിടുന്ന് ബൈ നടത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ നടത്തിയിട്ടുണ്ട്. ക്വിക്കായിട്ട് മുകളിലോട്ട് പോയി മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഏരിയയിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് തന്നെ മാർക്കറ്റ് ഇത്രയും ദിവസം കൺസോൾഡേറ്റ് ചെയ്തു. സോ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ സ്റ്റോപ്പ് ലോസസിനെ മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നു, പിന്നെയും ആ ഏരിയയിൽ വരുന്നു, അതിന്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ സപ്പോർട്ട് എടുക്കുന്നു, ഇന്നും വന്നിട്ട് ഇതേ ഏരിയ സപ്പോർട്ട് എടുക്കുന്നു. സോ ഇപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കുക, ഈ സപ്പോർട്ടൊക്കെ എടുക്കും എന്ന് വിചാരിച്ച് ബൈ ചെയ്യുന്നവരെ മാർക്കറ്റ് റിമൂവ് ചെയ്യും. എടുക്കുന്നവരെ റിമൂവ് ചെയ്യും, അവർ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യും. അപ്പൊ അതിനുശേഷം എന്താ ആൾക്കാർ വിചാരിക്കുക, റീറ്റെയിലേഴ്സ് ഇതിന് താഴെ സെല്ല് ചെയ്യാൻ തീരുമാനിക്കും. ഈ ലോയ്ക്ക് താഴെ ഇത്രയും വലിയൊരു ക്യാൻഡലിന്റെ റിജക്ഷൻ ആണ്, ഇത്രയും വലിയൊരു റെഡ് ക്യാൻഡിലായിരുന്നു, അതിന്റെ റിജക്ഷൻ ആയിരുന്നു ഇത്. ആ റിജക്ഷന് താഴെ മാർക്കറ്റ് ക്വിക്കായിട്ട് താഴ്ത്തു വന്നു. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യമേ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെയായിരുന്നു. കണ്ടോ, ഈ ഒരു ചാനൽ ബ്രേക്ക് ഔട്ടാണ്. എക്സാക്ട് ട്രാപ്പ് ചെയ്ത് തന്നെയാണ് താഴ്ത്ത് വന്നത്. അതിനു മുന്നേ ട്രാപ്പ് ചെയ്യേണ്ടതാണ്. ഇവിടെ നിന്ന് അൺഎക്സ്പെക്ടഡ് ഫോൾ ആയിരുന്നു. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇവിടുന്ന് ഈ ഒരു റിവേഴ്സലിൽ എൻട്രി എടുത്തിരുന്നു, ചെറിയൊരു മൂവ് ക്യാച്ച് ചെയ്തു. ആദ്യത്തെ ഒരു എൻട്രി എസ്എൽ ഹിറ്റായി, അതിന് രണ്ടാമത്തെ എൻട്രി ടാർഗറ്റ് ഹിറ്റായി. അപ്പം ബ്രേക്ക് ഈവനിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇനി മുകളിലോട്ട് മാർക്കറ്റ് ഇവിടുന്ന് സൈഡ് വൈസ് പോകാൻ വളരെയധികം സാധ്യതയാണ്. അപ്പൊ ഞാൻ എൻട്രി എവിടെ നിന്ന് എടുക്കുന്നു വിചാരിക്കുന്നു, നോക്കുക. ഓൾറെഡി നല്ല രീതിയിൽ തന്നെ ഇതുണ്ട്, എന്താ പറയുക, റൈസിങ് വോളിയാണ്. അത് നമ്മളിപ്പോ സെൽ സൈഡിലാണെങ്കിൽ നോക്കേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലിന് ഇത് ബ്രേക്ക് ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്തതിനു ശേഷം അവർ ഈ ഏരിയയിൽ സ്ട്രോങ് ആയിട്ട് സെല് ചെയ്തു. അപ്പൊ ഇത്രയും വലിയൊരു വോളിയത്തിൽ സെല്ലിംഗ് കാണുമ്പോൾ ഇമ്പോർട്ടന്റ് ലെവൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ പോയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ഏരിയ വന്നിരുന്ന ഞാൻ പിന്നെ ഇവിടുന്ന് സെല് ചെയ്യാൻ തന്നെ തീരുമാനിച്ചേനെ. എന്ന് വെച്ചാൽ ട്രെൻഡിനനുസരിച്ച് എൻട്രി എടുത്തേനെ. അതായത് ഈ 1, 2, 3 ക്യാൻഡിൽ ഇത് ഇവിടെ ഈ ഏരിയയിൽ എത്തിയേനെ. ഈ ഒരു ഏരിയ എത്തി ഇവിടെ ടൈം പാസ് ചെയ്ത് പിന്നെയും താഴത്ത് പോകാനായിരുന്നെങ്കിൽ. പക്ഷെ ഇത് പോയില്ല. അപ്പൊ അതിനർത്ഥം എന്താ, അവർക്ക് തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇവിടുന്ന് ബൈ നടത്താൻ താല്പര്യമുണ്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, ഈ ഏരിയ ഒന്ന് ടൈം പാസ് ചെയ്തതിനു ശേഷം
ക്വിക്ക് മൂവിങ്ങിന് മുകളിലോട്ട് തരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു സൈക്കോളജിക്കൽ എൻട്രി ആണ്. അപ്പൊ ഇത് നമ്മൾ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ അതിന്റെ ചാർട്ടൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ജസ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മൾ ഓൾറെഡി എടുത്തേക്കുന്നത് 51,900 സി ആയിരുന്നു എടുത്ത്. ജസ്റ്റ് ഇപ്പൊ ഇന്ത മണിയുള്ള ഏതാണെന്ന് നോക്കാം. നല്ല പ്രീമിയം DK ആവുന്നുണ്ട് ഇന്നത്തെ ദിവസം. നാളെ എക്സ്പയറി ആണ്. സോ നോക്കാം, നമുക്കൊരു 51,400. ഓക്കെ, 51,300. ഓക്കെ, 51,300ന്റെ കോൾ അതിന്റെ ചാർട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. 1 മിനിറ്റ് ടൈം ഫ്രെയിമിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത് മാർക്കറ്റ് ഈ ഏരിയയിലൊന്ന് ടൈം പാസ് ചെയ്യട്ടെ. ഒരു അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ മാർക്കറ്റിൽ ഒന്ന് ടൈം പാസ് ചെയ്യട്ടെ. ഈ ഏരിയയിലൊന്ന് ടൈം പാസ് ചെയ്ത് ഇങ്ങനെ ഒരു മൂവെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻട്രി എടുത്തിട്ടുണ്ട്. എൻട്രി എടുക്കാനുള്ള റീസൺസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, ഇത് നോക്കുക. മാർക്കറ്റ് വലിയൊരു ക്യാൻഡിലോട് കൂടിയാണ് ഇതിനെ ബ്രേക്ക് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട്സിനെ ബ്രേക്ക് ചെയ്തെന്ന്. ഇത് ഈ ഒരു ഏരിയയിൽ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷൻ നേരത്തെ ബൈ നടത്തിയിട്ടുണ്ട്. അതിന്റെ സ്വിങ്ങിനെയും ബ്രേക്ക് ചെയ്തു. അപ്പൊ ഇവിടെ നല്ല വോളിയത്തോടുകൂടി ഈ ഒരു വോളിയം കണ്ടിട്ട് സെല്ല് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ തിരിച്ച് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് വരും. ഇപ്പൊ നമ്മുടെ എൻട്രി എവിടെ ആയിരിക്കണം? നമ്മുടെ എൻട്രി ആയിരിക്കണം എപ്പോൾ ഇവിടെ വോളിയംസ് ഡിക്ലൈൻ ആകുന്നു, ഇവിടെ ഡിക്ലൈൻ ആകുന്നു അവിടെ നമ്മൾ എൻട്രി എടുക്കാൻ ശ്രമിക്കാം. ഞാൻ അതിനനുസരിച്ച് മാർക്കറ്റ് പുഷ് ചെയ്യുന്നു, ബട്ട് വോളിയം കുറഞ്ഞു വരുന്നു. ഈ ഏരിയ പിന്നെ സെല്ലിങ് വരുന്നു. മാർക്കറ്റ് ഇനി ഇവിടെ സ്ലാൻ സ്റ്റഡി മുകളിലോട്ട് മൂവ് ആകാനുള്ള വളരെയധികം സാധ്യത. അതിനനുസരിച്ച് നമ്മൾ എൻട്രി എടുത്തത്. ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, ചെറിയൊരു പ്രോഫിറ്റിൽ നിൽക്കുന്നുണ്ട്. നോക്കാം ഇനി എന്താ സംഭവം. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കും. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് മൂവ് ഏകദേശം 234 പോയിന്റാണ് നമ്മുടെ ഫേവറിൽ വന്നു. നമ്മൾ ഇവിടുന്ന് പൊസിഷൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, 13,000 രൂപ, 13K നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 13K പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വളരെ നല്ലൊരു കാര്യമാണ് ഈ നടന്ന. ബഡ്ജറ്റ് ഡേ ആയി നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ എങ്ങനെ ഇവിടേക്ക് നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് മാർക്കറ്റ് ഇനിയും ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മൂവ് ആകാം. ഓക്കെ, മൂവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഈ മാർക്കറ്റ് ഇനി എങ്ങനെ എന്തുകൊണ്ടും പോകട്ടെ, നമ്മുടെ 100 പോയിന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത്രയും ഞാൻ ആഗ്രഹിക്കുന്നു. കൺസിസ്റ്റന്റ് ആയിട്ട് 100-110 പോയിന്റും നേടുക. അറ്റ്ലീസ്റ്റ് കുറച്ച് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, 60-70 പോയിന്റ് മാക്സിമം നഷ്ടപ്പെടുത്തുക, അത്ര നഷ്ടപ്പെടുത്താവുള്ളൂ. നേടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 100-120 പോയിന്റ് നേടാൻ ശ്രമിക്കുക. അപ്പോൾ എൻട്രി എടുത്തത് പിന്നെ റീസൺ 3 മിനിറ്റിലായിരുന്നു. 3 മിനിറ്റിൽ സൈക്കോളജി നിങ്ങൾ നോക്കുക. എക്സാക്ട് റെസിസ്റ്റൻസ് ഏരിയ എന്താണ് മാർക്കറ്റ് സെല്ലിംഗ് നടന്നത്. മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യായിരുന്നു. നല്ല രീതിയിൽ തന്നെ മൂവ് ആകാൻ സാധ്യതയുണ്ട്. ഇത് കൺസോളിഡേറ്റ് ചെയ്യായിരുന്നു. അപ്പം ചെയ്യാൻ നോക്കുക. ഇവിടെ മാർക്കറ്റ് അതിന് മുന്നത്തെ മാർക്കറ്റ് ഓൾറെഡി ഇവിടെ ഡെത്തായി, വോളിയം തീർത്തും ഡെത്തായിട്ട് കിടക്കുന്നത്, തീർത്തും കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഈ ഏരിയയിൽ. അപ്പൊ ഈ ഏരിയ സെല്ലിംഗ് വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ഏരിയയിൽ വന്ന സെല്ലിംഗ് അൺഎക്സ്പെക്ടഡ് സെല്ലിംഗ് ആണ്. അൺഎക്സ്പെക്ടഡ് സെല്ലിംഗിൽ ഇവിടെ വോളിയം നല്ല രീതിയിൽ തന്നെ റൈസ് ആയി. അൺഎക്സ്പെക്ടഡ് ആയിട്ട് എക്സാക്ട് റെസിസ്റ്റൻസിന് സെല്ലിംഗ് ചെയ്തു. ഇത് ഈ ഡേ ഹൈ ബ്രേക്ക് ചെയ്തില്ലായിരുന്നു, ഈ സോണിനെ ബ്രേക്ക് ചെയ്തില്ലായിരുന്നു. ഈ സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന ഒരു വരവായിരുന്നു കണ്ടിന്യൂ താഴത്തോട്ട് പോയേനെ. ഓക്കെ, അതർ ബേസ് അല്ല. എക്സാക്ട് റെസിസ്റ്റൻസിൽ നിന്ന് പെട്ടെന്ന് സെല്ലിംഗ് വരികയാണ്. സപ്പോർട്ട് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു, മുകളിൽ പോകുന്നു. ഇത്രയും മുകളിൽ ചെന്നിട്ടാണ് പിന്നെയും താഴത്ത് വരുന്നത്. ഈ താഴത്ത് വരുന്നതിൽ ക്വിക്കായിട്ടാണ് ക്വിക്കായിട്ട് താഴത്ത് വന്ന് ഇന്നത്തെ ഡേലോയെ ബ്രേക്ക് ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈക്കോളജി നോക്കുക. അപ്പൊ ഇവിടെ എങ്ങനെ റീറ്റെയിലേഴ്സിനെ അവർ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇത്രയും വലിയൊരു ക്യാൻഡിലോട് കൂടി നമ്മുടെ കാണിച്ചു തരാം. ഇത്രയും വലിയ ക്യാൻഡിലോട് കൂടി 1, 2, 3 ക്യാൻഡിൽ ഇതിന് ഈ ഡേലോയെ വന്ന് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, വലിയ ക്യാൻഡിലെ വോളിയം നോക്കുക. ഇത്രയും വലിയ റെഡ് ക്യാൻഡിൽ വോളിയത്തോട് കൂടിയാണ് വന്ന് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ സൈക്കോളജി നിങ്ങൾ മനസ്സിലാക്കുക. സൈക്കോളജിയാണ്, ഹ്യൂമൻ സൈക്കോളജി ഒന്ന് മനസ്സിലാക്കിയത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അറിയാം, റീറ്റെയിലേഴ്സ് ഇത്രയും വലിയ വോളിയം കാണുമ്പോൾ അവരിനി എന്ത് ചെയ്യും? അടുത്ത റീടെസ്റ്റില് ഓക്കെ ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴോ അവർ സെല്ല് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ റീറ്റെയിലേഴ്സ് എൻട്രി എടുക്കുമ്പോൾ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? അവരെ റിമൂവ് ചെയ്ത് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഈ ഡേ ഹൈക്ക് അപ്പുറം ഈ ഒരു ഏരിയയിലേക്ക് അതിന്റെ മുകളിലോട്ടൊക്കെ പോകാനായിട്ട് വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ എൻട്രി എങ്ങനെ ഇരിക്കണം? നമ്മൾ എൻട്രി ഇപ്പൊ ഇതിന് താഴെ മാർക്കറ്റ് വന്നു. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈ വന്ന വരവില് വോളിയം നോക്കുക. ഡിക്ലൈൻ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ എത്രത്തോളം മാർക്കറ്റ് ഡിക്ലൈൻ ആകുന്നു, അതായത് വോളിയം എത്രത്തോളം ഡിക്ലൈൻ ആയി ഏകദേശം തീർത്തും കുറയുന്നു.
കുറയുന്നു ആ ഏരിയയിൽ എപ്പോ ഒരു വോളിയം ക്യാൻഡിൽ അതിനെ എൻഗൾഫ് ചെയ്യുന്നു, വോളിയത്തോടു കൂടി എപ്പോൾ എൻഗൾഫ് ചെയ്യുന്നു, അതായത് റെഡ് ക്യാൻഡിലിനെ എപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യുന്നു, ആ സമയം നോക്കി നമ്മൾ എൻട്രി എടുക്കുക. ഞാൻ എന്റെ 110 പോയിന്റിന്റെ ടാർഗറ്റ് ആണ് വെക്കാറ്. ഓക്കെ, ഞാൻ 110 പോയിന്റ് ടാർഗറ്റ് ആണ് വെക്കാറ്. ഞാൻ ഈ ഏരിയയിലെത്തി, ബിക്കോസ് തൊട്ടടുത്ത റെസിസ്റ്റൻസിന് സെല്ലിംഗ് ഉണ്ടാകാം കേട്ടോ. ഈ അടുത്ത റെസിസ്റ്റൻസി സെല്ലിംഗ് ഉണ്ടാൽ നേരെ ബ്രേക്ക് ചെയ്ത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ കാണിച്ചപ്പോൾ മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. മേ ബി താഴത്ത് വരാം, അല്ലെങ്കിൽ മദർവേസ് ഇവിടുന്ന് ഓരോന്ന് പുഷ് ചെയ്തിട്ട് മാത്രമേ. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഈ 110 120 പോയിന്റിന്റെ പ്രീമിയം കിട്ടിയത് അത് 60-70 തീർത്തും കുറയും. ഇങ്ങനെ വരുമ്പോൾ 60-70-50 പോയിന്റ് ഒക്കെ ഒന്ന് നഷ്ടമാണ്. നമുക്ക് നമ്മുടെ മൊമെന്റം നഷ്ടപ്പെട്ടു. അതിനുശേഷം മാർക്കറ്റ് ഇപ്പൊ ഒരു പൊസിഷനിലായിട്ട് എൻട്രി എടുക്കുന്നവർക്കാണ് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് നിൽക്കാം, അതിനുശേഷം നല്ല രീതിയിൽ തന്നെ മൂവ് ആകാൻ വളരെയധികം സാധ്യത. അപ്പൊ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി പോയിന്റ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. പിന്നെ എന്തായിരുന്നു ബഡ്ജറ്റ് ഡേയിൽ എല്ലാവരും ഹൈപ്പ് ആയിട്ടിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹൈപ്പ് ആയിട്ട് നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടത്, എടുക്കുന്ന എൻട്രിക്ക് അത് ലോജിക് ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള നിരവധി വീഡിയോസ് വളരെ നല്ല ലോജിക്കോടുകൂടി ഹ്യൂമൻ സൈക്കോളജി, ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡിംഗ് പാത്ത് ഐഡന്റിഫൈ ചെയ്യേണ്ട രീതി എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചാനലിൽ കയറി വീഡിയോ കാണാൻ ശ്രമിക്കുക, നല്ലൊരു ട്രേഡർ ആവാൻ ശ്രമിക്കുക. ഏവർക്കും അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.